ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. ഞങ്ങളൊരു 5 ഫ്രണ്ട്സുകൾ ചേർന്ന് ട്രിവാൻഡ്രം കന്യാകുമാരി ഒരു ടൂറിന് പോയ ഒരു വീഡിയോ ആണ്. ഇതിൽ കുറച്ച് കന്യാകുമാരിയിലുള്ള കുറച്ചുണ്ട്, ബാക്കി പൂവാർ ബോട്ട് റൈഡാണിത്. വളരെ ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളായിരുന്നു. നല്ല സന്തോഷമായിട്ട് എല്ലാവരും ആ കാഴ്ചകൾ കണ്ടുപോയി വന്നു. നന്നായിട്ടുണ്ട് കാണാനായിട്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ്. പിന്നെ പക്ഷികളും ആ വെള്ളത്തിൻ്റെ തണുപ്പും എല്ലാം ഒരിത്. അതിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനടുത്തൊരു ചെറിയൊരു മലയുണ്ട്. മലയെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുന്നുപോലെ ഒരു സ്ഥലം. അത് ആനയുടെ രൂപത്തിലാണത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കാട്ടുപക്ഷികളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. മീൻ പിടിക്കാനും വെള്ളം കുടിക്കാനായിട്ടൊക്കെ നിറയെ കുറേ പക്ഷികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടൽക്കാടുകൾ പോലെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ഇത് കടലും കായലും കൂടെ ചേർന്ന ഇടമാണ്. ഗോൾഡ് സാൻഡ് ബീച്ചൊക്കെ ഇവിടെയുണ്ട്. കാണുന്നില്ല ഒരു കുരിശ് പോലെ ഒരു സ്ഥലം, അതിനടുത്തായിട്ടാണ്, ആ ഗോൾഡ് സാൻഡ് ബീച്ചിനടുത്തായിട്ടാണ് ഇത് ആനയുടെ രൂപത്തിലുള്ള ഒരു മല കാണുന്നത്. ഇത് കന്യാമറിയത്തിൻ്റെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നുണ്ട് അത് കണ്ടിട്ട്. നല്ല പച്ചപ്പുകൾ നിറഞ്ഞ ഒരു സ്ഥലം. ചിലയിടത്തൊക്കെ വെള്ളം കുറവായിരുന്നു. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട്. റിസോർട്ടും ആ പുഴയുടെ അധികത്ത് തന്നെ റിസോർട്ടും അതിന് അവിടെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണശാലകളും എല്ലാം നിറയുന്നുണ്ട്. അതിലെ നിറയെ കണ്ടൽക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നിറയെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നിറയെ ഉണ്ട്. അതൊന്നും നമ്മൾ അവഗണിച്ചിട്ടാണ് വേറെ ദൂരദേശത്തൊക്കെ പോയി കാണാൻ പോകുന്നത്. ഇത് തന്നെ എന്ത് ഭംഗിയുണ്ട്. ഇവിടെയൊന്നും ഇതുവരെയും ഞാൻ പോയിട്ടില്ല. ഇപ്പോഴാദ്യമായിട്ടാണ് ഫ്രണ്ട്സുകളുടെ കൂടെയാണ് ഞാൻ പോയത്. കണ്ടില്ലേ കന്യാമറിയത്തിൻ്റെ ഒരു പ്രതിമയും. വെയിലാണെങ്കിൽ കൂടെ നിറയെ സഞ്ചാരികൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭംഗി ആസ്വദിക്കാനായിട്ട്. റിസോർട്ടുകൾ നിറയെ ഉണ്ട് അതിൻ്റെ ഓരം ചേർന്നിട്ട്. ഇതോ അവിടെ കാണുന്നതാണ് ആ ഗോൾഡൻ സാൻഡ് ബീച്ച്. അതിനടുത്തായിട്ട് ചെറിയൊരു കുന്ന് പോലെ കാണുന്നല്ലോ, അതാണ് ആ എലിഫൻറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു കുന്ന്. ബീച്ചിലൊക്കെ ഫിഷ് ഫ്രൈ ചെയ്ത് അങ്ങനെ നിറയെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളാരും ഒന്നും പോയിട്ടില്ല. കണ്ടില്ലേ ഫ്ലോട്ടിംഗ് റിസോർട്ട്, വെള്ളത്തിൽ തന്നെ കിടക്കുന്ന ഒരു റിസോർട്ടാണിത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. വരണവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് നമ്മൾ കടലിനടുത്തോട്ട് വരെ വെള്ളത്തിൻ്റെ ആഴം കൂടുതലാണ്.
അത് കണ്ടില്ല, ആ നടുവിലാണ് കടലും ഈ കായലും കൂടെ ചേരണ സ്ഥലം. ഇതോ കാണുന്ന ആ ഒരു ചെറിയൊരു കുന്ന് പോലത്തെ, അതാണ്. എൻ്റെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അറിയാം, ആനയുടെ തുമ്പിക്കൈ പോലെയുണ്ട്. ആന ഇങ്ങനെ കിടക്കുന്നത് പോലെ ഉള്ള ഒരു രൂപമാണ് ആ മണലിന്, ആ കുന്നിന്. അതിൻ്റെ മേലെ ഒരു കുരിശ് വച്ചിട്ടുണ്ട്. കടലിലെ വെള്ളം കായലിലോട്ട് വരുന്നുണ്ട്. ആ കുന്നിനടുത്താണ് ഗോൾഡൻ സാൻഡ് ബീച്ച് ഉള്ളത്. ബോട്ടിന് പോയിട്ട് നിറയെ പേര് അവിടെ നിന്ന് കടലും കായലും രണ്ടും ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ബോട്ടിൽ തന്നെ പോയിട്ട് അങ്ങനെ ചുറ്റി തിരിച്ചു പോയി ഞങ്ങൾ. നല്ല വെയിൽ ടൈമാണ് ഞങ്ങൾ പോകുമ്പോൾ. ഭയങ്കര വെയിലായിരുന്നു. അതിലെ ഗോൾഡൻ സാൻഡ്, ആ വെയിലത്ത് നമ്മൾ ആ സാൻഡിലൊന്നും പോയി നിൽക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ചൂടാണ്. അവിടെ തന്നെ നിറയെ കടകളും ആൾക്കാരൊക്കെ ഉണ്ട്. നടുവിലാണ്, കടലിൻ്റെ കായലിൻ്റെ നടുവിലായിട്ടാണ് അതുള്ളത്. നല്ല ഭംഗിയാണ്. ഈവനിങ് ടൈമിലൊക്കെ വന്നാൽ നമുക്ക് നല്ലതായിട്ട് ആസ്വദിച്ച് നിന്ന് ആഹാരമൊക്കെ കഴിച്ച് രണ്ട് ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് വരാൻ പറ്റും. അല്ലെങ്കിൽ മോർണിംഗ് രാവിലെ പോകണം. കടലിൽ നിന്നാണ് ആ ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ നേരമൊക്കെ കഴിഞ്ഞ് റിസോർട്ടിൽ അതിൻ്റെ ആ കടകളിലൊക്കെ ഇരുന്ന് ആ ബോട്ടിനകത്തിരുന്നിട്ട് നല്ല ആസ്വദിച്ചിട്ട് പതുക്കെ വൈകുന്നേരം വരണവരും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവസരം കിട്ടിയാൽ എല്ലാവരും ഒന്ന് പോയി നോക്കും. നമ്മുടെ നാട്ടിൽ കേരളത്തിലല്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് തോന്നണത്. ആരും പോവാതെ, ഞാനൊന്നും പോവാത്ത കാരണം ഒന്നും അറിയില്ലായിരുന്നു. നന്നായിട്ടുണ്ട്. നല്ല കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ല സ്ഥലം. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയതല്ല, അത് നീന്താൻ അറിയാത്തവരൊക്കെ അതിന് സപ്പോസ് എന്തെങ്കിലും ഒന്നായാലും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് പോകുമ്പോൾ നല്ല സേഫായിട്ട് അവർ കൊണ്ടെത്തിക്കുന്നുണ്ട് ഞങ്ങളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ. നല്ലൊരു റിസോർട്ടാണത്. ഇതിൻ്റെ മുകളിലോട്ട് നല്ല കയറ്റം പോലത്തെ സ്ഥലമാണ്. അവിടെ റിസോർട്ടും അതും ഇതും കാണാനുള്ളതൊക്കെ നിറയെ ഉണ്ട്.